ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി സുധിയെയും കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതേ സമയത്ത് വളരെയധികം പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ രവിയേട്ടൻ. ആ സമയത്ത് രവിയേട്ടനോട് പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, നിന്നോടല്ലേ വരാൻ പറഞ്ഞു, ഇവനോട് ആരാ വരാൻ പറഞ്ഞത്, നാണം കെട്ടവൻ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു. അപ്പൊ മാപ്പ് ചോദിക്കാനൊക്കെ കാല് എടുത്ത് വീട്ടിലേക്ക് വെക്കുന്ന സമയത്ത് കാല് കുത്തിപ്പോവരുത്, മാപ്പ് ചോദിക്കാൻ നടക്കുന്നു അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് സച്ചി കാറിൽ വന്നിറങ്ങുന്നത്. അങ്ങനെ സച്ചി നമ്മുടെ സുധിയെ കാണുമ്പോൾ നിയന്ത്രണം വിടുന്നുണ്ട്. സുധിയെ നല്ല രീതിയിൽ തന്നെ അടിക്കുകയും അതുപോലെ കുറെ കൊടുക്കുന്നുണ്ട് അവന്. ആ സമയത്ത് ചന്ദ്രമതി വേണ്ട വേണ്ട അവനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവന് അതായത് സച്ചിയെ തടയുന്നുണ്ട്. പക്ഷേ സച്ചി ആണെങ്കിലും ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. നീ കാരണം എന്റെ ജീവിതം കൂടിയാണ് ഇല്ലാതായത് എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം പറയുകയാണ്, അല്ല നീ ആ കൊണ്ടുപോയ പൈസ ഉണ്ടല്ലോ, അത് ശരിക്കും യഥാർത്ഥത്തിൽ എനിക്ക് അവകാശപ്പെട്ട പൈസയാണ്, അത് നീ ഇവിടേക്ക് എനിക്ക് കൊടുത്തരണം, എങ്കിൽ മാത്രമേ നിന്നെ ഞാൻ ഇവിടേക്ക് കയറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ച് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് സച്ചി സുധിയെ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ സച്ചി റൂമിൽ കയറി വാതിലടച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ രവിയേട്ടൻ പറയുന്നുണ്ട്, സച്ചി അനുവദിക്കാതെ അവൻ ഇവിടേക്ക് കയറ്റാൻ പറ്റില്ല, നീ വേണമെങ്കിൽ സച്ചിയോട് ചെന്ന് പറയുമ്പോൾ വേഗം തന്നെ സച്ചി റൂം അടച്ചിരിക്കുന്ന വാതിലിൽ വന്ന് തട്ടുകയാണ് ചന്ദ്രമതി. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ സച്ചി വാതിൽ തുറക്കടാ, അവൻ ഇങ്ങോട്ട് വിളിക്കടാ, നിന്റെ അമ്മയാടാ പറയുന്നത്, നിന്റെ സ്വന്തം അമ്മയല്ലടാ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കരയുകയാണ് ചന്ദ്രമതി ചെയ്യുന്നത്. ആ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിക്കാണെങ്കിൽ വളരെയധികം വിഷമം വരുന്നുണ്ട്. കാരണം ഇതുവരെ അമ്മയാണെന്നുള്ള ഒരു വാക്ക് ഇതുവരെയും പറഞ്ഞിട്ടില്ല, അമ്മയുടെ ഒരു സ്നേഹം സച്ചിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിൽ ഇനി സച്ചി അലിയുമോ, സുധിയെ തിരികെ വീട്ടിലേക്ക് വിളിക്കുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നാളെ അറിയാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്